ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ 5 മണിക്ക് അലാറം സെറ്റ് ചെയ്ത് വെച്ച് കിടന്നതാണ്, പക്ഷേ എണീക്കാനായില്ല കേട്ടോ. പിന്നെ എണീക്കുമ്പം ഏകദേശം 6:30 ആയി. അതുകൊണ്ട് തന്നെ ഏർലി മോർണിംഗ് റുട്ടീൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതൊക്കെ ഷൂട്ട് ചെയ്യണമെന്നാണ് വിചാരിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ടൈമിൽ എണീറ്റ് കഴിഞ്ഞാൽ നമുക്കെല്ലാം സ്പീഡിൽ ചെയ്യാനാവും. പിന്നെ ആ ഒരു ടൈം ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളൊരു എന്താ ഇപ്പം ചെയ്യാന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനായിരിക്കും കേട്ടോ. പിന്നെ അങ്ങനെ ത്രിജുവിന് സ്കൂളിലും പോകാനുണ്ട്. അപ്പോൾ ത്രിജു ഒന്ന് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഇന്നലെ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊന്നും നോക്കണ്ട. അപ്പോൾ ത്രിജുവിനൊന്ന് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കടല ഇങ്ങനെ തേങ്ങയും കുറച്ച് കാശ്മീരി ചില്ലിയൊക്കെ ഇട്ടിട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അവന് ചോറ് കൊണ്ടുപോകണ്ട, ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോയാൽ മതിയേ. ആ സമയം കൊണ്ട് അമ്മ ത്രിജുവിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത്. പിന്നെ അടുപ്പും ഒഴിവുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അടുപ്പ് ഇടയ്ക്കിടയ്ക്ക് തീ കത്തിക്കണ്ടല്ലോ, അടുപ്പ് ഒഴിവുള്ളപ്പോൾ തന്നെ അങ്ങ് ആക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ തലേന്നേ മീൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തലേന്നത്തെ വീഡിയോ ആണേ. മത്തിയാണെങ്കിൽ നല്ല പോലെ തന്നെ പഞ്ഞി ഉള്ള മത്തിയായിരുന്നു, അതായത് ഇണറെന്ന് കേട്ടോ ഞങ്ങൾ പറയുക. അപ്പോൾ ആ ഇണറിനെ ഞാൻ തലേന്ന് തന്നെ എടുത്ത് മാറ്റി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ തലേന്നത്തെ വീഡിയോ ആണ് ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ആ മത്തി ഇരിക്കുന്നതുകൊണ്ട് തന്നെ അത് വരട്ടും ചെയ്യുക. അതേപോലെ നത്തലുണ്ടായിരുന്നു, അത് തേങ്ങ അരച്ച് കറിയും വെക്കാമെന്നുള്ളത് കേട്ടോ. അപ്പം നത്തൽ തേങ്ങ അരച്ച് കറി വെക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ഞാൻ അതിന് വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ഒന്ന് ഉരിക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഉപ്പേരി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ എല്ലാ കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പണി വേഗം ഫുഡ് ഉണ്ടാക്കുന്നത് കഴിയുമല്ലോ. അപ്പം ഞാൻ വേഗം ഓരോ പാത്രങ്ങളും എടുക്കുന്ന അന്നേരം കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. ഏത് പാത്രം എടുത്തിട്ടുണ്ടെങ്കിലും അന്നേരം കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പാത്രം കൂട്ടിയിടുന്ന ഒരു സീൻ ഉണ്ടാവില്ല കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതെന്താ കുക്കറിന് ഇങ്ങനെ കരിത് തേക്കാറില്ലെന്ന്. അതല്ല കേട്ടോ സംഭവം. നമ്മളെ അടുപ്പിലേക്ക് ഇറക്കി വെച്ചുകൊണ്ടാണ്, ഗ്യാസ് ഇല്ല. അപ്പോൾ നമ്മളിത് അടുപ്പിൽ വെച്ചതായിരുന്നു. അപ്പം നല്ലോണം ഞാൻ കുറച്ച് ചാരവും കൂടെ കൂട്ടി തേച്ചപ്പം അതങ്ങ് പോയി കേട്ടോ. അത് നല്ലപോലെ തന്നെ വൃത്തിയായി. അന്നേരം അങ്ങ് തേച്ചാൽ അതങ്ങ് സെറ്റാവും. എനിക്കിങ്ങനെ കുക്കിങ്ങിന് ശേഷം ഒരുപാട് പാത്രം കൂട്ടിയിടുന്ന ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. ശരിക്കും നമ്മളങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇരട്ടി പണിയാവുകയാണ് ചെയ്യുന്നത്. അഥവാ കുറച്ച് പാത്രങ്ങൾ ഉണ്ടെങ്കിലും അടുക്കള അഥവാ മെസ്സായിട്ടിരിക്കുകയാണെങ്കിലും അത് മൊത്തം ക്ലീൻ ആക്കിയിട്ട് മാത്രമേ ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ ആയിരിക്കും ഒരുവിധ ആൾക്കാരൊക്കെ. എന്നാലും ഇൻസ്റ്റയിൽ പല വീഡിയോസിൽ ഞാനിങ്ങനെ കാണാറുണ്ട് എല്ലാം ഇതിന് ശേഷം ഇങ്ങനെ കൂട്ടി വെക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഞാനാണെങ്കിൽ പിന്നെ വേഗം നമ്മളെ കറി അവിടെ സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു ചെറിയ മീനായതുകൊണ്ട് തന്നെ നത്തലായതുകൊണ്ട് അധികം വെന്ത് പോകാൻ പാടില്ലല്ലോ. അപ്പം ഞാൻ അതിലേക്ക് വേഗം തേങ്ങ അരച്ചിട്ട് അതൊന്ന് ഇതാക്കിയെടുത്തു കേട്ടോ. ഒന്ന് പതിപ്പിച്ച് വറവിട്ടു. അപ്പോൾ വറവിടാൻ വേണ്ടിയിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കിയ പാത്രം വേഗം ഒഴിച്ചിട്ട് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ വറവിട്ട് കഴിഞ്ഞാൽ അതും കൈയോടെ കഴുകി വെക്കാമല്ലോ. എന്നിട്ട് ഞാൻ വേഗം അതൊക്കെ വറവിട്ടതിന് ശേഷം പിന്നെ ഇന്നലത്തെ കൂണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങിയ കൂണാണ്. അപ്പോൾ കൂൺ റോസ്റ്റ് ഉണ്ടാക്കിയതായിരുന്നു, അതൊന്ന് ചൂടാക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ത്രിജോട്ടിൻ്റെ അടുത്തേക്കാണ് പോയത്. ത്രിജോട്ടിൻ്റെ അമ്മ കുടിപ്പിക്കുകയും അതുപോലെ തന്നെ ഫുഡ് കൊടുക്കുകയും ബാത്റൂമിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് അവൻ്റെ എല്ലാ പണിയും കഴിപ്പിച്ചാണ്. അപ്പം ഞാനാണെങ്കിൽ വേഗം അവന് ഡ്രസ്സ് മാറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവനോട് കഥയൊക്കെ പറഞ്ഞ് അവന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. എന്നിട്ട് അവനെ ഇനിയിപ്പോൾ ക്ലാസ്സിൽ അവിടെ ബസ് കയറ്റാൻ വേണ്ടിയിട്ട് കൊണ്ടാക്കണം കേട്ടോ. ചില ദിവസമൊക്കെ മടിയാണ് കേട്ടോ ബസ് കയറാൻ നേരത്ത്. എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ച് വന്നേ 8:30 ആകുമ്പം നമ്മൾ തൃശ്ശൂട്ടം പോവേ. പിന്നെ ഇവിടെ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഭയങ്കര കാടിൻ്റെ നടുക്കുള്ള വീടുകൾ തോന്നുന്നുണ്ടല്ലേ, അത് മഴയായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടെയുള്ള മരങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പം ഞാനാണെങ്കിൽ വന്ന പാടും വേഗം ചായ കുടിക്കാൻ വിചാരിച്ചു. ചില സമയത്തൊക്കെ അവൻ പോകുന്നതിന് മുന്നേ ഞാൻ ചായ കുടിക്കും. ചില സമയം പിന്നെ വന്നിട്ട് റിലാക്സ് ആയിട്ടിരുന്ന് ചായ കുടിക്കാമല്ലോ എന്ന് വിചാരിക്കുക. അതാണ് എനിക്കിഷ്ടം. എല്ലാ പണിയും കഴിഞ്ഞ് റിലാക്സ് ആയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുപോലെ തന്നെ കടലക്കറി ആയിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി സ്മൂത്തീൻ്റെ റെസിപ്പിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇന്ന് നമുക്കൊന്ന് കുളിക്കണം. അതിനു മുന്നേ ആയിട്ട് വേഗം അലക്കണം കേട്ടോ. അപ്പം ഇന്ന് ബെഡ്ഷീറ്റും കൂടെ എടുത്ത് അലക്കാമെന്ന് വിചാരിച്ചത്. അത് വേറൊന്നുമല്ല, ഞാനാണെങ്കിൽ ഈ പീരിയഡ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് അലക്കാറുണ്ട്. അത് ആ പണ്ടത്തെ വിശ്വാസത്തിൻ്റെ പേരിലൊന്നും അല്ല കേട്ടോ. ഇനിയിപ്പോൾ ആരും അങ്ങനെ വിചാരിക്കേണ്ട. കാരണം പക്ഷേ എൻ്റെ വീട്ടിലാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ്. എൻ്റെ അമ്മയും അച്ഛമ്മയൊക്കെ ഈ ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എടുത്ത് അലക്കും, ഫുള്ള് ക്ലീൻ ആക്കും കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ പേരിലൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്. കാരണം ഞാൻ ആ ഒരു ടൈമിൽ ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ ഫുള്ള് ആകെ എന്താ പറയുക, ഒന്ന് റീഫ്രഷ് എല്ലാം കഴിഞ്ഞ് ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു പൊട്ട വിശ്വാസങ്ങളും ഇല്ല കേട്ടോ. പക്ഷേ ഇവിടെയാണെങ്കിലും അങ്ങനത്തെ ഒരു വിശ്വാസങ്ങളും ഇല്ല. പിന്നെ എൻ്റെ അമ്മേനെയും അച്ഛമ്മേനെയൊക്കെ ഞാനും എൻ്റെ അനിയത്തിയും മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബെഡ് വിരിച്ച് സെറ്റായപ്പോൾ തന്നെ ആകെ മൊത്തത്തിൽ റൂം മാറിയ പോലെ ആയിട്ടോ. പിന്നെ ഞാൻ ഈ ഒരു ചുമരിൽ ത്രിജുവിൻ്റെ 1 മാസം തൊട്ട്
1 വയസ്സാവുന്ന വരെയുള്ള ഓരോ മാസവും ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ അധികം വീഡിയോസിലും കാണിക്കാറുണ്ട്. പക്ഷെ അത് പറയാൻ മറന്നു. അത് ഭയങ്കര രസമാണല്ലേ. അപ്പോൾ ത്രിജുവിനത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് ഞാനാണല്ലേ അമ്മയെന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ കുളിയും കഴിഞ്ഞു, ചെറിയ മേക്കപ്പും കഴിഞ്ഞു. ഇതെന്താ ഇപ്പോൾ ഈ മേക്കപ്പൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വീട്ടിലിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട കേട്ടോ. ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മേനേലിരിക്കട്ടെ വിചാരിച്ചു. അപ്പോൾ എന്നാൽ പിന്നെ സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുക്കുന്നത് ബീട്രൂട്ടാണ്. അപ്പോൾ ഇത് വെയിറ്റ് ഗെയിൻ സ്മൂത്തിയാണ്, വെയിറ്റ് ലോസ് സ്മൂത്തി അല്ല കേട്ടോ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ ഒന്നും സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരമായിട്ട് കുടിക്കുന്നതല്ല, അതിൻ്റെ കൂടെ ഒരു ഇടനേരത്ത് കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ ലഞ്ച് കഴിക്കുക. അപ്പോൾ അതിൻ്റെ ഇടക്കായിട്ട് കുടിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടി തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നമുക്ക് തന്നെ ഒരു സന്തോഷമായിരിക്കും. ഇപ്പം നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുറച്ച് നേരം ഒക്കെ ചെയ്യുകയോ അല്ലെങ്കിൽ കുടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വല്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ. അപ്പം ഞാനാണെങ്കിൽ അത് വേഗം റെഡിയാക്കി കേട്ടോ. അപ്പം നമ്മുടെ ഓട്സ് ഒരു 10 മിനിറ്റ് കുതിർത്തതിന് ശേഷം അതിലേക്ക് ഈ ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പാലും പിന്നെ നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പഴമാണ് എടുക്കുന്നത്, ഇന്ന് ഡേറ്റ്സ് എടുക്കുന്നില്ല കേട്ടോ. മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 3-4 പഴം എടുക്കുന്നുണ്ട്. അങ്ങനെ അത് ഒന്ന് നല്ലപോലെ സെറ്റാക്കിയിട്ട് കുടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫില്ലിങ്ങുമാണ്. ഇതിങ്ങനെ കഴിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് തന്നെ നല്ലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചൊരു എനർജിയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ സ്റ്റൊമക്കാണെങ്കിലും ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കില്ല, നല്ലൊരു ഫീലാണ് കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ കുടിച്ചതിന് ശേഷം ചെറിയ അല്ലറ പണി ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കൂണില്ലേ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂണ് വിചാരിക്കാണ്ട് കിട്ടിയതാണ്. ഞാൻ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ ഇപ്രാവശ്യം കൂണ് കിട്ടിയില്ല എന്നൊക്കെ. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അമ്മ ഒരു കൂൺ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഉപ്പേരി പോലെ ആക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അതും ആക്കി. പിന്നെ ഞാൻ കുറച്ച് മീനുണ്ടായിരുന്നു അതും എടുത്ത് പൊരിക്കാൻ വിചാരിച്ചു നത്തൽ. അപ്പോൾ അതൊക്കെ പൊരിച്ച് ഇനിയിപ്പോൾ അരി വാർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അരിയും വറുത്തു. അങ്ങനെയുള്ള നമ്മുടെ എല്ലാ അല്ലറ ചില്ലറ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പിന്നെ അതിനുശേഷം പിന്നെ ഫുഡൊക്കെ കഴിച്ച്, ഫുഡിനാണെങ്കിൽ ഇന്ന് സ്പെഷ്യലായിട്ട് നമ്മുടെ കൂണും അതുപോലെ കൂണുപ്പേരിയും കൂൺ റോസ്റ്റ് ചെയ്തതും പിന്നെ നമ്മുടെ സ്പെഷ്യൽ മീൻ പൊരിച്ചതും അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂണും മീനും ഒരുമിച്ച് കഴിക്കാൻ പറ്റില്ല, ഞാൻ എവിടെയോ കേട്ട പോലെ തോന്നി. അതിനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും ഇന്നലെ രാത്രി ഞാൻ കഴിച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യണേ.